ഒരു വലിയ വിജയത്തിന്റെ കഥ. പ്ലസ് ടുവിന് മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയാണ് ഇടുക്കി സ്വദേശിനി എസ്തർ മരിയ ടോമിയുടെ വിജയം. അതും ഗ്രേസ് മാർക്ക് ഇല്ലാതെ മുഴുവൻ വിഷയത്തിലും A+. എസ്തർ ഉയരപരിമിതിയെ മറികടന്നാണ് ഈ നേട്ടം കൈവരിച്ചത്. എസ്തറിൻ്റേത് മാർക്കുകളുടെ മാത്രം കഥയല്ല, മറിച്ച് മനക്കരുത്തിന്റെ നേർസാക്ഷ്യം കൂടിയാണ്. എസ്തറിന്റെ പരീക്ഷാ വിജയത്തിന് പിന്നിൽ വലിയൊരു കൗതുകത്തിന്റെയും കഠിന ശ്രമത്തിന്റെയും കഥയുണ്ട്. ഇതൊക്കെ എസ്തറിനോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. എസ്തർ, നമസ്കാരം, സ്വാഗതം. നമസ്കാരം, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ എസ്തർ മരിയ ടോമി. അപ്പോൾ ഇന്ന് നിങ്ങളുടെ കൂടെ ഇവിടെ ഇരിക്കുന്നതിൽ ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു. എന്തായാലും കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. എങ്ങനെയുണ്ട് A+ന്റെ റിസൾട്ട് വന്നപ്പോൾ? ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇന്റർവ്യൂസ് കൊടുത്ത് പറഞ്ഞത് തന്നെ ആവർത്തിക്കുകയാണല്ലേ? അതെ അതെ, ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഇന്റർവ്യൂ ഫേമസ് ആയാലും ഒക്കെ ആയിരുന്നു. അപ്പൊ അതില് എല്ലാവർക്കും സന്തോഷമുണ്ട്, ഞാനും സന്തോഷിക്കുന്നു. പിന്നെ എല്ലാരും പറയുന്നത് പോലെ സാധാരണ പോലെയുള്ള കുട്ടികളെ പോലെ തന്നെ A+ കിട്ടിയ ഒരാളാണ് ഞാൻ. അപ്പൊ എന്നെ അവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നതെന്ന് പറയുമ്പം എൻ്റെ ഒരു പൊക്കം കുറവിനെ മാത്രമാണ്. അപ്പൊ എന്താ, അത് എല്ലാവർക്കും സ്പെഷ്യൽ ആയതുകൊണ്ട് ഞാൻ കുറച്ച് ഫേമസ് ആയി. അതെ, അതുകൊണ്ട് എനിക്കൊന്നേറെ ഇരട്ടി മധുരം കൂടിയാണല്ലേ. കേരളത്തിലെ ഇപ്പോൾ എല്ലാവരും വിജയിച്ച് A+ നേടിയവർ ഒരുപാട് പേരുണ്ട്. അക്കൂട്ടത്തിൽ തന്നെ എസ്തറിനെ എല്ലാവരും തിരിച്ചറിയാൻ തുടങ്ങി. അത്രത്തോളം സ്നേഹത്തോടെയാണ് ഇപ്പോൾ ഈ വീഡിയോസിന്റെ അടിയിലൊക്കെ കമന്റ്സ് വരുമ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഉണ്ട്, എല്ലാ കമന്റ്സും പോസിറ്റീവ് കമന്റ്സും വരുന്നുണ്ട്, നെഗറ്റീവ് കമന്റ്സും വരുന്നുണ്ട്. അതിപ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മളുടെ ഈ കേരളത്തില് രണ്ട് തരത്തിലുള്ള ആൾക്കാരും കാണുമല്ലോ. അപ്പം എല്ലാവരുടെയും കമന്റ്സ് ഒക്കെ ഞാൻ വായിക്കുന്നുണ്ട്. എനിക്ക് നല്ല സന്തോഷമാണ്. ഈ പഠിക്കുമ്പോൾ തന്നെ എനിക്കൊന്നും 10ാം ക്ലാസ്സിലും ഫുൾ A+ തന്നെയായിരുന്നു അല്ലേ? 10ലും അതായിരുന്നു, പ്ലസ് 1ലും അതായിരുന്നു. എങ്ങനെയായിരുന്നു ഈ പഠിക്കുമ്പോൾ ഒക്കെ ഇങ്ങനെ ഫുൾ A+ വാങ്ങിച്ച് ഞാൻ ഭയങ്കര തകർക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടെ തന്നെയായിരുന്നു പഠിക്കാൻ തുടങ്ങിയതൊക്കെ? ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ അത്ര പഠിക്കില്ലായിരുന്നു, പഠിക്കുമായിരുന്നു. ഇത്രയും കഴിവുണ്ടെന്ന് മനസ്സിലായത് ഇപ്പൊ A+ 10ാം ക്ലാസ് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ്. അപ്പൊ 10ാം ക്ലാസ് ഒരു ലാസ്റ്റ് ഒക്കെ ആയപ്പോഴാണ് കുറച്ച് വാശിയൊക്കെ തോന്നി പഠിക്കാൻ തുടങ്ങിയത്. അത് കഴിഞ്ഞ് A+ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഒരു ആവേശമായി. പ്ലസ് 1ലും പ്ലസ് 2ലും കൂടെ മേടിക്കായിരുന്നു. അങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ചു കിട്ടി. പിന്നെ എനിക്കിപ്പോ ഗ്രേസ് മാർക്ക് ഇല്ലാതെയാണ് കിട്ടിയേക്കുന്നത്. അപ്പം എല്ലാവരും നല്ല ഹാപ്പിയാണ്. എങ്ങനെയാണ് പഠിത്തത്തിൻ്റെ ടൈം ടേബിളൊക്കെ അറേഞ്ച് ചെയ്യുന്നത്? കാരണം ഒരുപാട് കുട്ടികൾ ഇപ്പം നമുക്കറിയാലോ, മൊബൈൽ ഫോണിൻ്റെയൊക്കെ അത്രത്തോളം ഇൻഫ്ലുവൻസ് എല്ലാ കുട്ടികൾക്കിടയിലുണ്ട്. അവർക്കെല്ലാം നോക്കാനും അറിയാനും പഠിക്കാനൊക്കെ അതൊക്കെ വെച്ചാണ് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ പഠിക്കുന്നത്. പക്ഷെ അവർക്കൊന്നും വിജയിച്ച റിസൾട്ട് കിട്ടാതെ വരുന്നുണ്ട്. അതിലൊരുപാട് പേര്, ഇപ്പോൾ എസ്തറിൻ്റെ തന്നെയാണെങ്കിലും ഫ്രണ്ട്സ് അതിൽ നിരാശപ്പെടുന്നവരുണ്ടാവും അല്ലേ? എങ്ങനെയാണ് എസ്തറിൻ്റെ ഒരു ടൈം ടേബിൾ? എൻ്റെ ടൈം ടേബിൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഒത്തിരി സമയം കണ്ടിന്യൂ ആയിട്ടിരുന്ന് പഠിക്കുന്ന ഒരാളല്ല. ഞാനാണെങ്കിൽ രാവിലെ മുതൽ സ്കൂളിൽ ഇരുന്ന് പിന്നെ വൈകുന്നേരം വരുമ്പോൾ കുറച്ച് ടയേർഡാവും. ഇപ്പൊ പിന്നെ ഒന്ന് കുളിച്ച് ഫ്രഷായി ചായയൊക്കെ കുടിച്ച് പിന്നെ ഒരു കുറച്ച് സമയം കിടന്നുറങ്ങും. എന്നിട്ട് പിന്നെ ആണെങ്കിൽ പ്രാർത്ഥനയ്ക്കൊക്കെ മുന്നേ ആണ് എണീക്കുന്നത്. അത് കഴിഞ്ഞ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പിന്നെ അങ്ങിരിക്കും. പിന്നെ എൻ്റെ പഠിത്തം എന്ന് പറഞ്ഞാൽ ശരിക്കും രാത്രിയിലുള്ള പഠിത്തമാണ്. അപ്പൊ അതെല്ലാവർക്കും കംഫോർട്ട് ആവണമെന്നില്ല. ചിലവർ രാവിലെ എണീറ്റിരുന്ന് പഠിക്കുന്നവരുണ്ടാവും, ചിലവർ രാത്രി പഠിക്കുന്നവരുണ്ടാവും. ഞാൻ കൂടുതലും രാത്രിയിൽ ഇരുന്നാണ് പഠിച്ചിട്ടുള്ളത്. ഇപ്പൊ ഒരു മണി 2 മണിയൊക്കെ വരെ ഞാൻ ഇരുന്ന് പഠിക്കുമായിരുന്നു. രാവിലെ എണീക്കാൻ കുറച്ച് താമസം ഉണ്ടായിരുന്നു. ആ ഒരു പ്രശ്നമുള്ളായിരുന്നു. രാവിലെ ഞാൻ അങ്ങനെ എണീറ്റിരുന്ന് പഠിക്കത്തില്ലായിരുന്നു. എസ്തറിന്റെ ഒരു എങ്ങനെയാ ഈ ടൈം ടേബിളിന്റെ ഒപ്പം തന്നെ പാരന്റ്സിന്റെ അത്രത്തോളം സപ്പോർട്ടും കൂടി ഉണ്ടാവും അല്ലേ? പാരന്റ്സിന്റെ സപ്പോർട്ടും ഉണ്ട്. എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ടീച്ചേഴ്സ് ആണെങ്കിലും അതെ. വീട്ടിൽ നിന്നാണ് കൂടുതൽ നല്ല സപ്പോർട്ട് കിട്ടിക്കൊണ്ടിരുന്നത്. അവരെല്ലാ കാര്യത്തിനും നല്ല പക്ക സപ്പോർട്ടായിരുന്നു. പിന്നെ സ്കൂളിൽ നിന്നും അതേപോലെ തന്നെയായിരുന്നു, ഫ്രണ്ട്സും അതേപോലെ തന്നെയായിരുന്നു. പിന്നെ ഇപ്പൊ ആണെങ്കിൽ എല്ലാ വീഡിയോയിലും എന്റെ ക്ലാസ് ടീച്ചർ ഇപ്പൊ എന്നെ എടുത്തോണ്ട് നടക്കുന്ന ഒരു വീഡിയോ വന്നിട്ടുള്ളത്. അപ്പൊ എല്ലാവരും അത് കാണുമ്പോ ഓർക്കും ആ അമ്മയാണെന്നുള്ള രീതിയിലാണ് ഇപ്പൊ എല്ലാവരും ഇടുന്നത്. അതൊക്കെ കാണുമ്പോ എല്ലാത്തിനും എനിക്ക് നല്ല വീട്ടിലെല്ലാം നല്ല സപ്പോർട്ട്. ഈ ക്ലാസ്സിൽ 1ാം ക്ലാസ് 2ാം ക്ലാസ് അങ്ങനെയൊക്കെ പോയി തുടങ്ങുമ്പോഴേ ഇപ്പൊ നമുക്ക് കുറെ ആഗ്രഹങ്ങളോട് കൂടി തന്നെ ആയിരിക്കും. കൊച്ചു കുട്ടികളാകുമ്പോൾ അങ്ങനെ അവന് പ്രത്യേകിച്ച് ചിന്തിക്കാറൊന്നുമില്ലല്ലോ. എസ്തറിന് എങ്ങനെയായിരുന്നു? കാരണം എനിക്ക് തോന്നുന്നു 4ാം ക്ലാസ് മുതലാണ് പ്രോപ്പറായിട്ട് പോയി തുടങ്ങിയതല്ലേ? അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ 1ാം ക്ലാസ്സിൽ അഡ്മിഷൻ എടുത്തു. അപ്പം കുഞ്ഞു പിള്ളേരായതുകൊണ്ട് ആ ഒരു ഓർമ്മ വരത്തില്ല നമ്മളിങ്ങനെ സ്കൂളിൽ
പോകണം, പഠിക്കണം, ആ ഒരു ഇത്. അപ്പൊ സ്കൂളിൽ പോയി കഴിഞ്ഞാലേ അത് ശരിക്കും നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പം ഞാനാണെങ്കിൽ വീട്ടിൽ ഇരുന്ന് പഠിക്കുമായിരുന്നു. അപ്പം വീട്ടിലിരുന്ന് എഞ്ചുപടി അങ്ങനെയുള്ള ചെറിയ ചെറിയ രീതിയിൽ പഠിക്കുമായിരുന്നു. പിന്നെ 4ാം ക്ലാസ് മുതൽ ഞാൻ പോയി തുടങ്ങി. അപ്പൊ ഞാൻ ഒരു ഓട്ടോയ്ക്കാണ് പൊക്കോണ്ടിരുന്നത്. എന്താന്ന് വെച്ചാൽ അമ്മ ആ സെയിം സ്കൂളിൽ തന്നെ പഠിപ്പിക്കുന്നത്. പക്ഷെ അമ്മ ഹയർ സെക്കൻഡറിയിലായതുകൊണ്ട് അവർക്ക് സമയ വ്യത്യാസമുണ്ട്. അമ്മ നേരത്തെ പോവും. പിന്നെ ഞാൻ അത് കഴിയുമ്പം എന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഓട്ടോയിൽ കയറ്റി വിടും. അവിടെ ചെല്ലുമ്പം കൂട്ടുകാരൊക്കെ കാണും എന്നെ ഇങ്ങനെ കൊണ്ടുപോകാനൊക്കെ ആയിട്ട്. അപ്പൊ അവരുടെ കൂടെ ക്ലാസ്സിൽ പോവും. അങ്ങനെയായിരുന്നു. ഇപ്പൊ ഫസ്റ്റ് ബെഞ്ചിൽ തന്നെ ഇരുന്നായിരുന്നു പഠിത്തമൊക്കെ അല്ലേ? ബെഞ്ചിലെ ഫസ്റ്റ് സീറ്റിൽ തന്നെ ഇരിക്കും. അപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും കോൺസെൻട്രേഷൻ തന്നെയായിരിക്കും എസ്തറിലേക്ക് അല്ലേ? ടീച്ചർമാർക്ക് ഒരു പ്രത്യേകിച്ചൊരു ഇഷ്ടം ഉണ്ടാവും. എസ്തറിന്റെ ഇഷ്ടപ്പെട്ട വിഷയം ഏതാണ്? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം കെമിസ്ട്രിയാണ്. പക്ഷേ ഞാനാണെങ്കിൽ കുറെ കെമിസ്ട്രി ഇരുന്ന് പഠിക്കും. പഠിച്ചു കഴിയുമ്പം ഞാൻ തന്നെ കുറച്ച് അവിടെ ഇവിടെ തെറ്റിക്കുന്നതും കെമിസ്ട്രി തന്നെയാണ്. ഈ കെമിസ്ട്രീൻ്റെ കാര്യത്തിൽ എപ്പോഴും പറയാറുണ്ടല്ലോ, കെമിസ്ട്രി ചിലപ്പോൾ ചിലർക്ക് ഭയങ്കര എളുപ്പമായിരിക്കും, പക്ഷെ അത് പേപ്പറിലേക്ക് വരുമ്പോൾ അത്രത്തോളം മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റില്ലെന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ തന്നെയാണ് എസ്തറിൻ്റെ കാര്യത്തിൽ. അല്ലെങ്കിൽ എന്ത് എഴുതിയാലും ഇപ്പം നമുക്ക് അതിൽ പഠിച്ച സംഭവങ്ങൾ, ഇപ്പോൾ മാത്സ് ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും അറിയാവുന്നത് ഫുൾ മാർക്കിലൂടെ കിട്ടുന്നു എന്നുള്ളത് ഏത് വിഷയമാണ്? അത് മലയാളം. എനിക്ക് പ്ലസ് 2-ലും പ്ലസ് 1-ലും കൂടെ ഫുള്ള് മാർക്കായിരുന്നു. അത് നമുക്കിപ്പോ കഥ അറിഞ്ഞാൽ ബാക്കി നമ്മള് എഴുതിയാൽ മതിയല്ലോ. ആ ഒരു രീതിക്ക് എനിക്ക് മലയാളമാണ് ഇഷ്ടം. ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പഠിച്ച് പരീക്ഷയ്ക്ക് എഴുതിയാലും ചിലപ്പോ നമ്മൾ ആ പരീക്ഷയുടെ സമയത്ത് മറന്നു പോകാം. അല്ലെങ്കിൽ നമ്മളുടെ കുറച്ച് ശ്രദ്ധക്കുറവ് കൊണ്ട് അങ്ങനെ തെറ്റിയും പോകുന്നുണ്ട്. അങ്ങനെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയാണ് ഈ പഠിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഓർത്തിങ്ങനെ വിഷമമൊക്കെ വരാം, അല്ലെങ്കിൽ ടെൻഷനൊക്കെ ഉണ്ടോ പരീക്ഷാ സമയത്തൊക്കെ? അതിനെയൊക്കെ എങ്ങനെയാണ് ഈസി ആയിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത്? അത് പറഞ്ഞപ്പോൾ ഞാനാണെങ്കിൽ പരീക്ഷ സമയത്ത് എനിക്ക് ടെൻഷനുണ്ട്. സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉള്ള പോലെ തന്നെയാ. പരീക്ഷ വരുന്നതിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ആയിരിക്കും ടെൻഷൻ തുടങ്ങുന്നത്. പക്ഷെ അപ്പൊ ഞാൻ പ്രാർത്ഥിക്കും. എനിക്ക് വേണ്ടി മാത്രമല്ല, എന്റെ കൂട്ടുകാർക്ക് വേണ്ടിയും എല്ലാവർക്കും വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. അത് കഴിയുമ്പോൾ ഞാനൊരു വചനം പറഞ്ഞാണ് പ്രാർത്ഥിക്കുന്നത്. എന്നെ ശക്തനാക്കുന്നതിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. ഫിലിപ്പി 4:13. അപ്പൊ ആ വചനം ഇങ്ങനെ 2 പ്രാവശ്യം ഭയങ്കര ടെൻഷനൊക്കെ വരുവാണെങ്കിൽ പറഞ്ഞിട്ട് പിന്നെ നമ്മള് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് നല്ല റിലാക്സ് ആവും. ഞാൻ കൂടുതൽ സമയം എനിക്ക് ടെൻഷനൊക്കെ വരുവാണെങ്കിൽ പ്രാർത്ഥിക്കാറാണ് പതിവ്. അതെ, ഇടുക്കിയിലാകുമ്പോൾ പ്രത്യേകിച്ച് ഒരു ക്ലൈമറ്റ് ഒക്കെ വ്യത്യാസമാണല്ലോ. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഉറക്കമൊക്കെ വരും പഠിക്കുന്ന കുട്ടികൾ. എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു ഇടുക്കിക്കാർ. അവർക്കൊരു ഈ രാവിലെ ഒന്നും ഇരുന്ന് പഠിക്കൽ അവരെ കൊണ്ട് അത്ര പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. എസ്തറിനെ സംബന്ധിച്ചിടത്തോളം ക്ലൈമറ്റുമായിട്ട് എങ്ങനെയാണ്? കാരണം എസ്തറിൻ്റെ ചേച്ചിമാരുണ്ട്, അനിയനുണ്ട്, ഇവരെയൊക്കെ പഠിത്തവും കാര്യങ്ങളൊക്കെ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തണുത്ത കാലാവസ്ഥയാണ് എനിക്ക് പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ കോളേജിൽ പോകാനാണെങ്കിലും പുറത്തേക്ക് നോക്കുമ്പോൾ അവിടെയൊക്കെ ചൂടായതുകൊണ്ട് അത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇവിടെ നല്ല തണുത്ത ക്ലൈമറ്റ് ആയതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ രാവിലെ എണീറ്റിരുന്ന് പഠിക്കുന്നത് നടക്കാറില്ല. ഞാൻ ഒരു ദിവസം പോലും രാവിലെ അങ്ങനെ എണീറ്റിരുന്ന് പഠിച്ചിട്ടില്ല. ഞാൻ രാത്രി ആകുമ്പോഴാണ് പഠിക്കുന്നത്. രാത്രി ആകുമ്പോഴാണ് എനിക്ക് കുറച്ച് ഉഷാറാവുന്നത്. അതുകൊണ്ട് രാവിലെ അങ്ങനെ പഠിക്കാറില്ല. രാവിലെ തണുപ്പാണല്ലോ, പുതപ്പൊക്കെ പുതച്ച് കിടക്കാൻ അങ്ങനെ ഒരു ഇതാണ്. ഇപ്പൊ വീട്ടിലാണെങ്കിലും അതെ, എല്ലാവർക്കും അങ്ങനെയാ തോന്നാറ്, ഇവിടുത്തെ ക്ലൈമറ്റ് അങ്ങനെ ആയതുകൊണ്ട്. പക്ഷെ ചിലവരൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും രാവിലെ എണീറ്റിരുന്ന് പഠിക്കുന്നവരും ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. തീർച്ചയായും ഈ ബുക്സിന്റെ കാര്യമൊക്കെ തന്നെയാണെങ്കിൽ ലാബ് ഉണ്ട്. അപ്പൊ അതൊക്കെ എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകണം അല്ലേ? ഇപ്പൊ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ടയേർഡ് ആവാറുണ്ടോ? ലാബ് എന്ന് പറയുമ്പം ഞാൻ എല്ലാ ലാബും ചെയ്യുമായിരുന്നു. കെമിസ്ട്രി ലാബ് അങ്ങനെ ചെയ്യാറില്ലായിരുന്നു. അത് എഴുതി എല്ലാം വെക്കത്തേ ഉള്ളായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ആസിഡും എല്ലാം എടുത്ത് മിക്സൊക്കെ ആക്കാൻ കുറച്ച് പാടായതുകൊണ്ട് ടീച്ചർ എന്നെ അത് മാത്രം ചെയ്യിപ്പിക്കത്തില്ലായിരുന്നു. ബാക്കി എല്ലാ വിഷയം ചെയ്യുമായിരുന്നു. പിന്നെ എല്ലാ ദിവസം പോലെ തന്നെ വൈകുന്നേരം ആകുമ്പോൾ ടയേർഡ് ആയി കഴിഞ്ഞാലും ഒന്ന് കുളിച്ചൊക്കെ ഫ്രഷായി പിന്നെ കിടന്ന് ഉറങ്ങുവാണ് ഞാൻ സാധാരണ ചെയ്യാറ്. ചില ദിവസം ഒക്കെ ഭയങ്കര ക്ഷീണമാണെങ്കിൽ ഉറങ്ങിയിട്ട് പിന്നെ എണീറ്റ് പിന്നെ രാത്രി ഇരുന്ന് പഠിക്കാം. അതായിരുന്നു ഞാൻ ഫോളോ ചെയ്യാറ്. സഹോദരങ്ങളുടെയൊക്കെ ഒരു റെസ്പോൺസ് എന്തായിരുന്നു? കാരണം അനിയത്തി ഇത്രയും നല്ല മാർക്ക് വാങ്ങിച്ചു, ചേച്ചിമാരെന്താണ് പറയുന്നത്? കാരണം അവർക്കും ഇപ്പൊ അഭിമാനമായിരിക്കും അല്ലേ? ഇപ്പൊ ഓരോ വീഡിയോയിലൊക്കെ കാണുമ്പോഴൊക്കെ അവരും ഇങ്ങനെ ഇതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ടോ? അവർക്ക് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലും എല്ലാ ഗ്രൂപ്പിലും ഞാൻ തന്നെയാ. ഇപ്പൊ ഒരു മനോരമയുടെ ന്യൂസ് കിട്ടി അത് ഷെയർ ചെയ്യുന്നു, ഏഷ്യാനെറ്റിന്റെ കിട്ടി അത് ഷെയർ ചെയ്യുന്നു. അങ്ങനെ ഇപ്പൊ ഗ്രൂപ്പ് മൊത്തം ഞാനാണ്. അപ്പൊ അവര് ഭയങ്കര എല്ലാരും ഈ വീട്ടിൽ ഉള്ള അപ്പയും അമ്മയും ചേച്ചിമാരും അനിയനൊക്കെ ഭയങ്കര ഹാപ്പിയാണ്.
എന്നെക്കാളും കൂടുതൽ സന്തോഷിക്കുന്ന അവരാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ദർശി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവരും അത് പ്രതീക്ഷിച്ച് കാണൂലേ ഈ ഒരു വിജയം? ശരിക്കും പറഞ്ഞാൽ ചില ന്യൂസിലൊക്കെ കേൾക്കാം പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിത അങ്ങനെയല്ലായിരുന്നു. കാരണം എന്റെ പഠിത്തം കാണുമ്പോൾ തന്നെ അത്യാവശ്യം അറിയായിരുന്നു ഒരു നല്ല ഫുൾ A+ കിട്ടും എന്നൊരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു, എനിക്കും ഉണ്ടായിരുന്നു. എനിക്ക് പിന്നെ മാത്സിന്റെ എക്സാം കുറച്ച് പാടായപ്പോഴാണ് കുറച്ച് പേടി വന്നത്. അപ്പൊ അതിനും കൂടെ കിട്ടിയപ്പോ എല്ലാവർക്കും സന്തോഷമായി. ശരിക്കും പറഞ്ഞാൽ പ്രതീക്ഷിച്ചതായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു കുട്ടീനെ സംബന്ധിച്ച് 10ാം ക്ലാസ് എത്തുമ്പം ഇതാണ് നിങ്ങളുടെ എല്ലാം ഫ്യൂച്ചർ എന്നാണ് സാധാരണ അല്ലെ അധ്യാപകരും പാരൻസ് ഒക്കെ പറയാറ്. 10ാം ക്ലാസ് കഴിയുമ്പോൾ പറയും +1 ആണ്, +2 ആണ്, അങ്ങനെയൊക്കെ പറയും. ഈ +2 കഴിഞ്ഞപ്പോൾ എസ്തറിന് എന്താണ് തോന്നുന്നത്? കാരണം ഇത്രയും കാലത്തെ ഒരു പഠനത്തിന്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ വെച്ച് നോക്കുമ്പം ഏറ്റവും കൂടുതൽ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്തത് ഏത് വർഷമായിരിക്കും? ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറച്ചുകൂടെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്ത് +2 ആണ്. കാരണം 10 ഞാൻ പറഞ്ഞ പോലെ അവസാന നിമിഷം നല്ലപോലെ പഠിച്ചു തുടങ്ങിയത്. അപ്പം അന്നേരം കുറച്ചേറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനാണെങ്കിൽ ഇങ്ങനെ ചിലപ്പോ ഞാൻ യൂട്യൂബിലെ ക്ലാസ് ഒക്കെ സംശയം വരുന്ന കൂടി അങ്ങനെയൊക്കെ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ രാത്രി 2 മണി വരെയൊക്കെ ഇരിക്കുമായിരുന്നു. പിന്നെ +1 എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത്രയും പഠിച്ചില്ലെങ്കിലും കുറച്ചുകൂടി നമ്മൾ ആദ്യം മുതലേ തുടങ്ങുവാണെങ്കിൽ മാർക്ക് കിട്ടുന്നു. അങ്ങനെ +1 തുടങ്ങി. +1 ഇപ്പൊ കുറച്ചേറെ പഠിക്കാനുണ്ട്. +2 അതേപോലെ തന്നെയാണ്, ഒത്തിരി പഠിക്കാനുണ്ട്. പക്ഷെ നമ്മൾ ആദ്യം മുതലേ ഒരു ഓർഡറിൽ തുടങ്ങുവാണെങ്കിൽ +2 ആയിരിക്കും എനിക്ക് എളുപ്പം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, +1നേക്കാളും വെച്ച് നോക്കുമ്പോൾ. തീർച്ചയായും +1 കഴിഞ്ഞാലാണ് അല്ലെ +2 കഴിയുമ്പോഴാണ് അല്ലേ നമ്മളൊരു പ്രൊഫഷണൽ കോളേജിലേക്കൊക്കെ അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിലൊക്കെ ചിന്തിച്ചു തുടങ്ങുക. എസ്തറിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു ടൈമാണ്. ഇനിയിപ്പോൾ എഞ്ചിനീയറിംഗ് ആണ് താല്പര്യം എന്ന് എപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആരംഭിച്ചോ? അതിന് ഞാൻ കീമിന്റെ എക്സാം എഴുതിയായിരുന്നു. ആ കൂടെ +2ന്റെ മാർക്കും വെക്കേണ്ടതുണ്ടായിരുന്നു. അപ്പം അത് വെച്ച് ആപ്ലിക്കേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി റാങ്ക് ലിസ്റ്റ് വന്നിട്ട് വേണം അലോട്ട്മെന്റ് വരാൻ. അപ്പൊ ആ ഒരു രീതിയിൽ ഇപ്പൊ ഇരിക്കുവാണ്. എഞ്ചിനീയറിംഗിൽ ഏതാ താല്പര്യം? എനിക്ക് AI-ക്ക് പോകാനാണ് ഭയങ്കര താല്പര്യം. പക്ഷെ ഇപ്പൊ AI-യുടെ കോഴ്സ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് വേറെ ഏതെങ്കിലും നമ്മള് ബിടെക് എടുത്തിട്ട് വേണം അതിലേക്ക് പോകാൻ. അപ്പൊ ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ആണ് ഞാൻ നോക്കുന്നത് ഇപ്പൊ. അപ്പോൾ ഇടുക്കി തന്നെ ആയിരിക്കും അല്ലേ ഇനി തുടർ പഠനം കാര്യങ്ങളൊക്കെ? അപ്പോൾ ഈ പഠനത്തിൻ്റെ ഒപ്പം തന്നെ മറ്റ് കലാപരിപാടികൾ അങ്ങനെ എന്തെങ്കിലും എസ്തർ ചെയ്യുന്നൊക്കെ ഉണ്ടോ? കാരണം എപ്പോഴും പഠിക്കുക തന്നെയാണോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് പാട്ട് അങ്ങനെ എന്തെങ്കിലും ട്രൈ ചെയ്യാറുണ്ടോ? ഇപ്പൊ ഞാൻ പാട്ട് പാടും ചെറുതായിട്ട്, പിന്നെ ഡാൻസ് കളിക്കും, അങ്ങനെ ചെറിയ ചെറിയ പരിപാടികളുണ്ട്. പിന്നെ ഞാൻ ഏത് സമയം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളല്ല. അല്ല, സാധാരണ ഫുൾ A+ ഒക്കെ കിട്ടുന്ന ആൾക്കാർ ബുദ്ധിജീവികൾ എന്നുള്ള ഒരു രീതിയിലല്ലേ നമ്മൾ അല്ലേ വിശേഷം? പക്ഷെ പൊതുവെ ഇപ്പൊ ഫുൾ A+ കിട്ടുന്ന ഒരു കൊച്ചിനോട് അല്ല ആരോടെങ്കിലും ചോദിക്കാൻ പറയും ഞാൻ പഠിച്ചില്ല, ക്ലാസ് കേട്ടിട്ടുള്ള ആളെന്ന് ഉള്ള ഭാവമാണ്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് പഠിച്ചാലേ കിട്ടത്തുള്ളൂ. അതാണ് സത്യമായിട്ടുള്ള കാര്യം. പക്ഷെ ചോദിക്കുമ്പോൾ എല്ലാരും പറയും ഇല്ല എനിക്ക് അത്രയും ബുദ്ധിമുട്ടില്ലായിരുന്നു, കുഴപ്പമില്ലാന്ന്. ശരിക്കും അവര് അത്രയും വീട്ടിലിരുന്ന് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് കിട്ടുന്നത്. പിന്നെ ഞാൻ എന്റെ ഫ്രീ ടൈമിലൊക്കെ ആണെങ്കിൽ ഞാൻ കുറച്ച് ഫോണൊക്കെ യൂസ് ചെയ്യുമായിരുന്നു. കുറെ ഓവറായിട്ട് എടുത്തില്ലെങ്കിലും ഞാൻ യൂട്യൂബ് എടുത്ത് വീഡിയോ കാണുകയും ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയും ഞാൻ ഫോണൊക്കെ എടുക്കുമായിരുന്നു. ആ എല്ലാ പരിപാടിയും ചെയ്യുമായിരുന്നു. ആ കൂടെ മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കുന്നു. അതാണ്. വെക്കേഷനൊക്കെ എന്തായിരുന്നു പ്ലാനിങ്? കാരണം ഇപ്പോൾ +2 കഴിഞ്ഞ ഒരു ഭയങ്കര റിലാക്സേഷൻ കിട്ടുന്ന ഒരു ടൈമും കൂടിയാണല്ലോ. അതിൻ്റെ ഒപ്പം തന്നെ ഫ്യൂച്ചറും കൂടെ കണ്ടെത്തേണ്ട ഒരു തിരക്കും ഉണ്ട് അല്ലേ? ഈ +2 കഴിഞ്ഞപ്പോഴത്തെ വെക്കേഷൻ അത്ര അടിച്ചു പൊളിച്ചില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ 10ാം ക്ലാസ്സിന്റെ വെക്കേഷന് ഫുൾ ഉറക്കമായിരുന്നു. ഈ രാത്രി ഇരുന്ന് പഠിച്ചതിന്റെ ഒക്കെ ക്ഷീണം മാറ്റാൻ രാവിലെ താമസിച്ച് എനിക്കും, പിന്നെ ഭക്ഷണം കഴിക്കും, പിന്നെയും കിടന്നുറങ്ങും. ഇത് തന്നെയായിരുന്നു റൊട്ടീൻ. പക്ഷെ +2 ഇപ്പൊ ചേച്ചി പറഞ്ഞ പോലെ ഭാവി കാര്യങ്ങളെ നോക്കാൻ വേണ്ടിയുള്ള ഒരു തിരക്കുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ശരിക്കും പരീക്ഷ കഴിഞ്ഞത് എല്ലാ എൻട്രൻസ് എക്സാം ഒക്കെ കഴിഞ്ഞത് ഒരു മെയ് മാസം ആദ്യമൊക്കെ ആയപ്പോഴത്തേക്കുവാ. അത്ര സമയം നല്ല തിരക്കായിരുന്നു. പിന്നെ എല്ലാം പഠിച്ച പ്രിപ്പറേഷനും അങ്ങനെയൊക്കെ. തീർച്ചയായും ഒരു കൂട്ടുകാരെയൊക്കെ മിസ് ചെയ്യുന്നുണ്ട് ഇപ്പം. കാരണം ഒരുമിച്ചിരുന്ന് പഠിച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരുമിച്ച് അവരെന്നെയല്ലേ എനിക്ക് തോന്നുന്നു വീട്ടുകാരെക്കാട്ടും കൂടുതൽ അവരുടെ കൂടെ ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുക, തമാശകൾ പറയുക, പഠിക്കുന്ന കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക. ഈ വെക്കേഷൻ കഴിഞ്ഞ് ഇനിയിപ്പോൾ പുതിയ ഫ്രണ്ട്സിനെ കിട്ടും. ആ ഒരു മാറ്റം എങ്ങനെയാണ് എസ്തറിനെ സംബന്ധിച്ചിടത്തോളം? എനിക്കെന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സ് എല്ലാവരും നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആയിരുന്നു. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഞാൻ 1ാം ക്ലാസ് മുതൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചപ്പോൾ അവളാണ് എന്നെ കൂടുതൽ എല്ലാ കാര്യത്തിലും നോക്കുന്നതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങൾ +1 എത്തിക്കഴിഞ്ഞപ്പം 2 സ്ട്രീം എടുത്ത്
രണ്ട് ക്ലാസ്സിലായി പോയി, അത്രേ ഉള്ളൂ. ഇപ്പോഴും നല്ല ഫ്രണ്ടാണ്. പിന്നെ ബാക്കിയുള്ളവരെന്ന് പറഞ്ഞാലും എല്ലാവരും നല്ല കട്ട സപ്പോർട്ടാണ്. എനിക്കിപ്പോൾ +1 +2 എത്തിയപ്പോൾ കൂടുതലും പുതിയ ഫ്രണ്ട്സ് ആയിരുന്നു. അവരൊക്കെ എന്നെ നല്ല രീതിക്ക് കെയർ ചെയ്യുകയും നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇപ്പം എല്ലാവരും ഇല്ലാത്തപ്പോൾ ഒരു ചെറിയ വിഷമം എല്ലാവർക്കും ഉണ്ട്. കാരണം ഇനിയിപ്പോൾ നമ്മൾ പുതിയ കോളേജിലേക്കൊക്കെ ചെല്ലുമ്പം പഴയ കൂട്ടുകാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പുതിയവരെ കിട്ടും. ആ ഒരു സന്തോഷമുണ്ട്. ആ കൂടെ ഇവരെ മിസ്സൊക്കെ ചെയ്യുന്നുണ്ട്. അത് തീർച്ചയായും ഈ പഠനകാലത്ത് എപ്പോഴെങ്കിലേ ഉയരക്കുറവ് എനിക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടില്ല. അതിപ്പം ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇത്രയും പഠിക്കാൻ കഴിവുണ്ടെന്ന് കണ്ടുപിടിച്ച തന്നെ 10ാം ക്ലാസ്സിലെ കയറി ലാസ്റ്റ് നിമിഷമൊക്കെ ആയപ്പോഴാണ്. അപ്പൊ പക്ഷെ എനിക്ക് ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. എന്നെ ക്ലാസ്സിലൊന്നും ആരും അങ്ങനെ കളിയാക്കിയിട്ടുമില്ല. എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ്. അവരെന്നെ കൂടുതലും കൂടെ കുറച്ചുകൂടെ ശ്രദ്ധിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ തട്ടി വീഴാതെയോ അങ്ങനെയൊക്കെ. അപ്പം എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. ശരിക്കും ഈ ടീച്ചേഴ്സിൻ്റെ ഒരു സപ്പോർട്ടും അല്ലേ, അത് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. സാധാരണ നമുക്കറിയാം ഈ 10ാം ക്ലാസ് അല്ലെങ്കിൽ +1 +2 ഒക്കെ എത്തുമ്പോൾ കുട്ടികൾ കുറച്ച് വീക്ക് ആകുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും അവരുടെ ഭാഗത്തും തെറ്റ് വരുമ്പോഴൊക്കെ ടീച്ചർമാരാണ് അവരെ കൂടുതലായിട്ടും നിയന്ത്രിച്ച് അവരെ ഒരു ഭാവി തീരുമാനിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നത്. എസ്തറിനെ സംബന്ധിച്ചിടത്തോളം എസ്തറിൻ്റെ ഒരു പ്രിയപ്പെട്ട ടീച്ചർ അല്ലെങ്കിൽ എല്ലാവരും ഭയങ്കര എങ്ങനെയായിരുന്നു, സപ്പോർട്ടായിരുന്നില്ലേ? എല്ലാ ടീച്ചേഴ്സും നല്ല സപ്പോർട്ടായിരുന്നു. ഇപ്പൊ ആദ്യം ഞാൻ പറഞ്ഞ പോലെ ക്ലാസ്സിൽ ഫസ്റ്റ് തന്നെ ഇരിക്കുന്നത് കൊണ്ട് അവർക്ക് പെട്ടെന്ന് തിരിയുമ്പോഴും എന്തെങ്കിലും ചെയ്യുമ്പോഴൊക്കെ പ്രത്യേകിച്ച് ഒരു അറ്റൻഷൻ എനിക്ക് കിട്ടുമായിരുന്നു. പക്ഷെ പഠിപ്പിക്കുന്ന എല്ലാം ബാക്കി എല്ലാ പിള്ളേരെ പോലെ തന്നെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഇതുമില്ലായിരുന്നു എനിക്ക്. പരീക്ഷയാണെങ്കിലും പഠിപ്പിക്കുന്നതാണെങ്കിലും എല്ലാം ഈ ക്ലാസ്സിൽ ഇരുന്ന് കൂടുതൽ അവർ ശ്രദ്ധിക്കുമായിരുന്നു. എനിക്ക് എല്ലാ ടീച്ചേഴ്സിനും ഒത്തിരി ഇഷ്ടമാണ്. അവര് ബാക്കി പിള്ളേരെ ശ്രദ്ധിക്കുന്നതിനേക്കാളും കൂടുതൽ എന്നെ ശ്രദ്ധിക്കുമായിരുന്നു, ക്ലാസ്സിലാണെങ്കിലും അല്ലാത്തപ്പോഴാണെങ്കിലും ഒക്കെ. എന്താണ് ഇനി പിന്നെ എഞ്ചിനീയർ ആവാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം പറഞ്ഞു, അതിനൊപ്പം തന്നെ ഭാവി വേറെ എന്തെങ്കിലും കാര്യങ്ങളും കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ടല്ലോ? എപ്പോഴും അടുത്തതായിട്ടുള്ള ഒരു ഓപ്ഷൻ എല്ലാവരും ഒന്ന് കരുതി വെക്കുമല്ലേ? എസ്തർ എന്തെങ്കിലും അങ്ങനെ ഒരു സീക്രട്ട് ആയിട്ട് നമുക്കൊക്കെ അത്ഭുതപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടോ? അത് ഇപ്പൊ ഞാൻ ഓർക്കുന്ന ഡിഗ്രി എടുത്തതിന് ശേഷം സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യാമെന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. അത് ഇനി സാധിക്കുമെന്ന് അറിയത്തില്ല. സാധിക്കുമെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് അതും കൂടെ ട്രൈ ചെയ്യും. വീട്ടിലെ വിശേഷമൊക്കെ പറയൂ, പപ്പ മമ്മ അവരുടെ പേരുകള് അവരുടെയൊക്കെ ഒരു സപ്പോർട്ട്. അനിയൻ എന്താ പറയുന്നത്? കാരണം അനിയൻ ഇനി ഒരു വെല്ലുവിളി ആയിരിക്കില്ലേ, ചേച്ചി ഇങ്ങനെ ഫുൾ A+ ഒക്കെ വാങ്ങിച്ചു, ഇനി എല്ലാവരും എന്നെയായിരിക്കും ശ്രദ്ധിക്കുന്നതെന്നൊക്കെ ഒരു ചിന്ത ഉണ്ടാവുമല്ലോ. വീട്ടിലെ അപ്പ ടോമി ജോസ്, അപ്പയാണെങ്കിൽ PWD റിട്ടയർഡ് ആയി 2 വർഷം മുന്നേ. അമ്മയാണെങ്കിൽ ഫിലോമിന സെബാസ്റ്റ്യൻ. അമ്മ ഇവിടെ ഹയർ സെക്കൻഡറിയിലെ അധ്യാപകയാണ്, സോഷ്യോളജിയാണ് പഠിപ്പിക്കുന്നത്. പിന്നെ എനിക്ക് 2 ചേച്ചിമാരുണ്ട്. മൂത്തത് അലീന മരിയ ടോമി, ചേച്ചി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ മോനി മരിയ ടോമി, രണ്ടാമത്തെ ആൾ പഠിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ മൂന്നാമത്തെ ഞാനാണ്. 4ാമത് അനിയൻ ഡാനിയൽ ജോസ് ടോമി, അവൻ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇപ്പൊ ചേച്ചി പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഒരു ഇത് കണ്ടപ്പോൾ എല്ലാവരും ശരിക്കും നല്ല സന്തോഷമായി. ശരിക്കും വിചാരിക്കാത്ത ഒരു കാര്യമായിരുന്നു ഇത്. ഞങ്ങളുടെ സ്കൂളിൽ ചുമ്മാ ഒരു സാധാരണ A+ കിട്ടുന്നവരെ എല്ലാവരെയും സംഘടിപ്പിച്ച് മെറിറ്റ് ഡേ സംഘടിപ്പിക്കുന്ന അന്ന് ഞങ്ങളുടെ ഇവിടുത്തെ ലോക്കൽ ചാനലായിട്ടുള്ള HCNകാർ വന്ന് അവരും വേറൊരു ചാനലുകാരും വന്ന് ന്യൂസ് പിടിച്ച് അവരതിട്ടപ്പോഴാണ് പിന്നെ വെച്ചടി എല്ലാവരും. അത് പിന്നെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഞങ്ങൾ ആരും ഒട്ടും പ്രതീക്ഷിച്ചില്ല. അവര് വന്നു, അവരെന്നോട് ചോദിച്ചു അന്ന് നമുക്ക് ചുമ്മാ ഒന്ന് എടുക്കാമെന്ന് ചോദിച്ച് അങ്ങനെ ജസ്റ്റ് ഒന്ന് എടുത്തതാണ് അത്. അത് കഴിഞ്ഞ പിന്നെ എല്ലാവർക്കും സന്തോഷമായി. പിന്നെ ബാക്കി ചാനലുകാരൊക്കെ വിളിച്ചു, അവരും വന്നെടുത്തു. പിന്നെ എനിക്കെന്ന് പറഞ്ഞാൽ ഒത്തിരി പേടിയില്ല, ഇങ്ങനെ തുറന്ന് സംസാരിക്കാനും ആ സ്റ്റേജ് ഫിയർ ഇല്ല. ഞാൻ പണ്ടൊക്കെ സ്റ്റേജ് കയറുമായതുകൊണ്ട് എനിക്ക് ആ ഒരു കുഴപ്പമില്ലാത്തതുകൊണ്ട് അതിപ്പോ നല്ല സന്തോഷമായി എല്ലാവർക്കും. പിന്നെ അനിയൻ ഒരു വെല്ലുവിളി പോലെയായി. ഇപ്പൊ എല്ലാരും പറയുമ്പോ പറയും ആ ചേച്ചിക്ക് കിട്ടി, ഇനി അടുത്ത നിന്നെയാണ് ഞങ്ങളെല്ലാം നോക്കി വെച്ചേക്കുന്നത്, അപ്പൊ നീ A+ മേടിച്ചില്ലേ മോശമാണ് അങ്ങനെയൊക്കെ പറയും. അപ്പൊ അവന് അത് നല്ല സന്തോഷമായി, അവനതൊരു ഇതായി. ശരിക്കും എസ്തറിന്റെ പപ്പയ്ക്കും മമ്മിക്കും കൊടുക്കാൻ പറ്റിയ ഒരു വലിയൊരു ഗിഫ്റ്റ് തന്നെയാണ് അല്ലേ ഈ ഒരു പഠിത്തത്തിലൂടെ ആ റിസൾട്ടിലൂടെയും കാണിച്ചു കൊടുക്കാൻ പറ്റിയത്. കാരണം അവർക്കും ഒരുപാട് വിഷമവും അല്ലെങ്കിൽ സന്തോഷവും ഒക്കെ ആയിരിക്കില്ലേ എസ്തറിന്റെ പഠനകാലത്തൊക്കെ അവരും അനുഭവിച്ചിട്ടുണ്ടാവുക. കാരണം എസ്തർ പഠിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നതിനൊപ്പം തന്നെ എസ്തറിന്റെ ക്ലാസ്സിനെ കുറിച്ചും അവിടുത്തെ ചുറ്റുപാടിനെ കുറിച്ചും ഏറ്റവും ടെൻഷൻ അടിച്ചിരിക്കുന്നത് മമ്മിയും പപ്പയും തന്നെയായിരിക്കും അല്ലേ?
അതെ, അവര് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോ എന്റെ കൂട്ടുകാരും ടീച്ചേഴ്സും എല്ലാരും പിന്നെ അമ്മ ആ സ്കൂളിൽ പഠിപ്പിക്കുന്നത് ഉള്ളത് കൊണ്ടും ആ ഒരു പ്രത്യേക ശ്രദ്ധ ഉള്ളത് കൊണ്ട് അത്ര ടെൻഷൻ ഇല്ലായിരുന്നു. പിന്നെ അവർ ആദ്യം തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ഭയങ്കര സ്ട്രെയിൻ എടുത്തൊന്നും പഠിക്കണ്ട, കിട്ടുന്ന മാർക്ക് മതി, അതിൽ ഞങ്ങള് സംതൃപ്തരാണെന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരാവശ്യം വന്ന് പഠിച്ച് നല്ല റിസൾട്ട് കിട്ടിക്കഴിഞ്ഞപ്പം ശരിക്കും നല്ല ഹാപ്പി ആയിട്ടുണ്ട്. പിന്നെ ഇതിലൊക്കെ എന്റെ വലിയ കഴിവ് കൊണ്ടല്ല, ഞാനാണെങ്കിൽ കൂടെ നല്ല പോലെ കഷ്ടപ്പെട്ട് പഠിച്ചു. ആ കൂടെ എനിക്ക് ഈശോ തന്ന നല്ലൊരു വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അപ്പം എനിക്ക് ഏറ്റവും കടപ്പാടുള്ളത് ഈശോയോടും മാലാവിനോടുമാണ്. ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്നാ വിഷമം ഉണ്ടെങ്കിലും സന്തോഷം ഉണ്ടെങ്കിലും കൂടുതലും ഞാൻ അവരോട് മാതാവിനോട് ഈശോയോടുമാണ് ഷെയർ ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ഇതെല്ലാം അറിയാം. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ അവര് എന്നെ ഓരോ കാര്യങ്ങളിൽ വെച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായും ഇനി എന്തായാലും ആ പ്രാർത്ഥനകളൊക്കെ ഫലം കണ്ട് എസ്തറിനെ മുന്നോട്ടും ഇതേപോലെ തന്നെ വിജയക്കുതിപ്പ് നടത്താൻ സാധിക്കട്ടെ. ഒരു കാര്യം കൂടെ, ഇപ്പോൾ ഒരുപാട് സുഹൃത്തുക്കളല്ലേ, പഠിക്കാൻ അവർക്ക് ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടാവും. അവർക്ക് അവരുടെ ആവശ്യത്തിൽ കൂടുതൽ സൗകര്യങ്ങളും വസ്തുക്കളും എല്ലാം ഇപ്പോഴത്തെ കുട്ടികൾക്ക്, മിക്ക കുട്ടികൾക്ക് അങ്ങനെയാണ് അവരുടെ ചുറ്റുപാട്. ഇപ്പോൾ എന്താ പറയുക, കോച്ചിങ്ങിനൊക്കെ പോകുന്ന കുട്ടികളുണ്ട്, അങ്ങനെ എല്ലാ ചുറ്റുപാടും ഉണ്ട്. പക്ഷേ ഇവർക്കൊക്കെ ടെൻഷൻ കാരണം ചിലപ്പം പരീക്ഷ നല്ല രീതിയിൽ എഴുതാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെ കുറേ ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ, അവരോടൊക്കെ എന്താ പറയാനുള്ളത്? കാരണം ഇനിയിപ്പോൾ +2 എക്സാം എഴുതാൻ വരുന്ന കുട്ടികൾ, 10ാം ക്ലാസ്സിലേക്ക് വരുന്ന കുട്ടികൾ, 1ാം ക്ലാസ്സിലേക്ക് പുതുതായിട്ട് വന്ന കുട്ടികൾ, അങ്ങനെ കുറേ പേരുണ്ട്. അവരോടൊക്കെ എന്താ പറയാനുള്ളത്? ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ചില ടീച്ചേഴ്സ് ആണെങ്കിലും അല്ലാതെ നമ്മൾ പൊതുവെ പറയും അവർക്ക് കുറച്ച് ബുദ്ധി കൂടുതലുള്ള, ഇവർക്ക് കുറച്ച് ബുദ്ധി കുറവുള്ള 2 കാറ്റഗറി. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ 2 കാറ്റഗറിയേ ഇല്ല. അത് നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നതാണ് ആ 2 കാറ്റഗറി എന്ന് പറയുന്നത്. ഇപ്പൊ ഞാനാണെങ്കിൽ ആദ്യമൊന്നും പറഞ്ഞ പോലെ തന്നെ ആവറേജ് ഒരു സ്റ്റുഡന്റ് ആയിട്ട് പഠിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിയാണ്. പക്ഷെ ഞാനാണെങ്കിൽ കുറച്ചുകൂടെ പഠിക്കാൻ താല്പര്യവും കാണിച്ച് അതിലേക്ക് കുറച്ചുകൂടെ ശ്രദ്ധയായിട്ട് പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഇത്രയും പഠിച്ചെടുക്കാൻ പറ്റും, നല്ല മാർക്ക് നേടാൻ പറ്റും, എനിക്ക് ഒരു ആത്മവിശ്വാസവും അതെനിക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിച്ചത്. ശരിക്കും പറഞ്ഞാൽ അത് മനസ്സിലാക്കാത്തവർ ഒത്തിരി പേരുണ്ട്. ഇപ്പൊ 10ാം ക്ലാസ്സിൽ കയറുന്നവരാണേലും +2ലേക്ക് കയറുന്നവരാണേലും ആദ്യം മുതലേ പഠിക്കണം എന്നുള്ള ഒരു ഇതില് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറമായിട്ടുള്ള മാർക്ക് കിട്ടാൻ സാധിക്കും. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് പഠിക്കാത്തത് കൊണ്ടല്ലേ, നമ്മളത് ആ കഴിവിനെ കണ്ടെത്തിയെടുക്കാത്തതാണ് കുഴപ്പമായിട്ടുള്ളത്. ഞാൻ ശരിക്കും അത് കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കാൻ കാരണം തന്നെ ഈ ഒരു നല്ല റിസൾട്ട് കിട്ടുക. അപ്പൊ ഞാൻ ഇന്ന് അപ്പയോട് പറയുമായിരുന്നു, ഈ പഠിത്തത്തിന് അല്ലെങ്കിൽ പഠിത്തത്തിന് ഇത്രയും വാല്യൂ ഉണ്ടെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായതെന്ന്. സാധാരണ എല്ലാവരും പറയും എല്ലാ കുട്ടികളും 1ാം ക്ലാസ് മുതൽ +2 വരെ പഠിച്ചിട്ടാണ് അടുത്തടുത്ത പരിപാടിയിലേക്ക് പോകുന്നത്. അപ്പം ചുമ്മാ പഠിക്കുന്നവരും ഉണ്ട്, നല്ല രീതിക്ക് പഠിക്കുന്നവരും ഉണ്ട്, ആവറേജ് ആയിട്ട് പഠിക്കുന്നവരും ഉണ്ട്. ശരിക്കും അവരുടെ കഴിവിനെ അല്ല പറയേണ്ടത്. ഇപ്പം എത്ര പരിശ്രമിച്ച് പഠിച്ചു കഴിഞ്ഞാലും നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ മാർക്ക് കിട്ടും. ഇപ്പൊ അങ്ങനെ പഠിക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പം നമ്മളുടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ നമ്മുടെ വീട്ടിലോ സമൂഹത്തിലോ സ്കൂളിലോ ഉണ്ടെങ്കിൽ നമുക്കതിനെ 2 രീതിയിൽ കാണാൻ പറ്റും. ഒരെണ്ണം പോസിറ്റീവ് റിവെഞ്ച് ആയിട്ടും അല്ലാത്തത് നെഗറ്റീവായിട്ടും. ഇപ്പൊ നെഗറ്റീവായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ പഠിക്കണ്ട, അല്ലെങ്കിൽ ഇനിയിപ്പോ ടീച്ചർമാരെ അനുസരിക്കണ്ട, അവരെന്തെങ്കിലും വഴക്ക് കൂടി കഴിയുമ്പോൾ അവരെ ചീത്ത വിളിച്ച് അവരോട് ദേഷ്യപ്പെട്ട് അങ്ങനെ നടക്കാം. പക്ഷെ നമ്മൾ അതിനെ പോസിറ്റീവായിട്ട് എന്താണ് അതിന് പകരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കി അതൊരു പോസിറ്റീവ് റിവെഞ്ച് ആയിട്ട് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നല്ലൊരു വിജയം കിട്ടും. ഇപ്പൊ പ്രശ്നം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ പഠിക്കുന്നത് അത് നമുക്ക് വേണ്ടി തന്നെയാണ്. ഇപ്പം ഞാനാണെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ 10ാം ക്ലാസ്സിലും +1ലും +2ലൊക്കെ ഒരു ആവറേജ് കുട്ടി എന്ന പോലെ പഠിക്കുവാണെങ്കിൽ ഇപ്പൊ എന്നെ വേറെ ഒരു രീതിയിലും ഇപ്പൊ കേരളമോ ലോകമോ ഒന്നും എന്നെ അറിയപ്പെടുന്നുണ്ടാവില്ല. ഈ പഠിച്ച ആ ഒരു ലെവല് കൊണ്ടാണ് ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കാനുള്ള കാരണം. അപ്പം പഠനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ടതാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും ഇത് എങ്ങനെ അതൊക്കെ പഠിച്ചെടുത്തത്? കാരണം അല്ലേ, ഒരു കഠിന ശ്രമത്തിന്റെ ഒരു അല്ലേ, അത് തന്നെയായിരിക്കുമല്ലേ ഈ പറയുന്നത്. കാരണം അനുഭവത്തിൽ നിന്നുള്ള ഒരു വെളിച്ചം അല്ലെങ്കിൽ ആ വിജയത്തിന്റെ കഥ അത് തന്നെയാണ് ഇപ്പോൾ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. എസ്തർ പറഞ്ഞതുപോലെ തന്നെ ഇനി വലിയൊരു ഭാവി തന്നെ ഉണ്ടാകട്ടെ. പറഞ്ഞ പോലെ ആഗ്രഹിച്ച പോലെ തന്നെ ഫ്യൂച്ചറിൽ വലിയൊരു ആളായിട്ട് നമുക്ക് വീണ്ടും കാണാൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ. വളരെയധികം നന്ദി എസ്തർ, നമ്മോടൊപ്പം ഈ കുറച്ച് നിമിഷം പങ്കുവച്ചതിൽ. ഇനിയും ഒരുപാട് വിശേഷങ്ങൾ ചോദിച്ചറിയാനുണ്ട്, പക്ഷേ സമയക്കുറവ് മൂലമാണ്
പറഞ്ഞുകൊണ്ടാണ് നിർത്തുന്നത്. ഇനിയും വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, താങ്ക് യു. മറ്റൊരു അതിഥിയും വിശേഷവുമായി വീണ്ടും കാണാം. നന്ദി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.